നിക്കടാ. ഇന്നലെ ആകെ പേടിച്ച് പണ്ടാറടങ്ങി. അതിനാൾമാരിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് കിടന്ന് കയറിയിരുന്നില്ല? കാര്യമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ പേടിച്ചപ്പോ നിന്റെ ഒരു കമ്പനിക്ക് പേടിച്ചു കൂട്ടാ ഞാൻ. എന്നാലും എന്തോ ഉണ്ടായിരുന്നു. കറണ്ട് വന്നപ്പോ ജസ്റ്റ് മിസ്. ഒന്നുമില്ല, നടന്നു. ഒന്നാമത് നമ്മൾ ഇന്നലെ നല്ല ഫിറ്റായിരുന്നു. അതിൻ്റെ പുറമെ ആ KSEBിയുടെ രംഗസജീവനം കൂടി ആയപ്പോൾ എല്ലാം പൂർത്തിയായെന്നേ ഉള്ളൂ. അത് പോട്ടെ, നമുക്ക് ഇന്നത്തെ കാര്യം നോക്കാം. ഇനിയിപ്പോ അലമാരി വല്ലതും ഉണ്ടാവൂ? മനസ്സിന്റെ ഒരു തോന്നില്ലേക്കടാ. ശക്തിയോടെ തന്നെ തിരിച്ചു വരണം. കാവിലമ്മേ ശക്തി തരൂ. നിക്കടാ, ഞാനുണ്ട്. എടാ നിക്കടാ, എത്ര ദൂരെ നടക്കണ്? ഒരു കട പോലും കാണാനില്ലല്ലോ. കട ഉണ്ടല്ലോ. ഞാൻ ഇവിടെ പാലുണ്ടാവുന്ന പൈസ പരിപാടി ഒന്നുമില്ലേ? ഹായ് തേൻ മിഠായി. മിഠായി ചേട്ടാ, ഒരു പാക്കറ്റ് പാല്. തിന്നാൻ ശ്രമിക്കില്ല. ഞങ്ങള് മറ്റേ ജോസഫേട്ടനോടെ വാടകയ്ക്ക് വന്നാണ്. ജോസഫേട്ടന് നമ്മൾ ഇരിപ്പശ വെച്ച് പറയാതെ ഞങ്ങൾക്ക് അവിടെ തന്നു തന്നെ പറയാല്ലേ. ഇല്ലേട്ടാ, ഞങ്ങൾ ഇന്നലെ മുതലേ അവിടെ താമസിക്കാൻ വാടകയ്ക്ക് വന്നേ ഉള്ളൂ. അങ്ങനെയും പറയാം. വീടിനെ പറ്റി ശരിക്കും അന്വേഷിച്ചിട്ടൊന്നുമില്ല. എന്തായിട്ടാ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, അടിയായിട്ടൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജോസഫേട്ടൻ്റെ ആൾക്കാരല്ലേ. അല്ലല്ല, ഞങ്ങള് ജോസഫേട്ടനായിട്ട് അത്ര പരിചയമൊന്നുമില്ല കേട്ടാ. ഞങ്ങള് വെറുതെ അത്ര ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ചേട്ടാ എന്തായാലും അങ്ങനെ പറഞ്ഞേട്ടാ. ചുമ്മാ ഒന്നുമില്ല, എന്തോ ഒരു അർത്ഥം വെച്ച് പറഞ്ഞ പോലെ. അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ? വേറെ വേറൊന്നുമില്ലാന്ന് ചേട്ടൻ. എടാ ആ വഴിയല്ല, ഇതിലേ വന്നേ. ശരിട്ടോ. എത്ര മനോഹരമായ വീട് അല്ലേ? അതെ, കണ്ടിട്ട് പേടിയാണ്. പോടാ, അല്ലെങ്കിൽ ഈ നാട്ടുകാർക്കൊക്കെ അസൂയാണ്. എന്തിന്? എടാ ഇത്ര വലിയ വീട് ചെറിയ വാടകയ്ക്ക് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യം. അത് തന്നെയാണ് എന്റെയും സംശയം. നീ ശരിക്കും നോക്കി നോക്കി, എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട്. ഒരു ഹൊറർ ടച്ച് ഇല്ല ഇതിന്. നിനക്ക് പ്രാന്താണ്. പോടാ. ഇനി ഉള്ളിൽ ചെന്ന് കഥാപ്രസംഗം കേറി കേറി കയറും. ഈ ഗേറ്റ് അങ്ങോട്ട് ചവിട്ടി പൊളിച്ച് കിടന്നാലോ? വേണ്ടല്ലേ, എന്നാ തള്ളി തുറക്ക്. നീ തള്ളാൻ ബെസ്റ്റ് അല്ലേ? ഒരു കാര്യം ചെയ്യ്, ആദ്യം പോയി പാല് വെച്ച് എന്നിട്ട് നമുക്ക് അവനെ കാച്ചാം. പാലെടുക്കാൻ? പാലെവിടെ? പാലല്ലേ നിനക്ക് ആ കടയിൽ തന്നെ? അപ്പോഴല്ലേ ഞാൻ തേൻ മിഠായി തന്നത്. കട്ടൻ ചായ ഇടറേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അവനെ പോയിട്ട് എടുത്തിട്ട് പിന്നെ കട്ടൻ ചായ ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാം. വാ. എവിടെ എത്തിയോ? എവിടെ? അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോന്നാ മതി. നേരെ ആ കടപ്പുറത്ത് കൂടെ നേരെ പോന്നു. അവിടെ നേരെ റൈറ്റ് കഴിഞ്ഞാൽ ഒത്തിരി വഴി ഉണ്ടാവും. ആ വഴി നേരെ കയറിക്കോ. അതല്ല ലെഫ്റ്റിന്ന് നേരെ റൈറ്റ്. ഞാൻ അതിന്റെ മുകളിലുണ്ടാവും. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇല്ലാത്ത പോലെ. ഹായ്, മനു. വിക്രം. കുഴപ്പമില്ല. ടോണി. ഞങ്ങളാണ് സാർ. ഓക്കെ. അല്ലേ, ആരാ മനസ്സിലായില്ല? അല്ല, ഞാനിവിടെ വാടകയ്ക്ക് താമസം. ജോസഫിന്റെ വീട് ഇതല്ലേ? ജോസഫ് ഏട്ടന്റെ വീട് തന്നെയാണ്. ഞാൻ ഓൺലൈനിൽ പരസ്യം കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ താമസിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാരാണല്ലേ? അതെ. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ കുറച്ച് ടയേർഡാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് തിരക്കുണ്ട്. ആരാണ് പഞ്ചായടാ? ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയടി. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ടു തീപ്പെട്ടി.